ഹെൽത്ത് ചെക്കപ്പ് ഇൻട്രൊഡക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഹെൽത്ത് ചെക്കപ്പ് എടുത്തു തുടങ്ങിയിട്ടുള്ളൂ. പേജ് നമ്പർ എന്ന് പറയുന്നത്. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, miss. Good afternoon. ഓക്കെ, എല്ലാവരും ഫുഡ് കഴിച്ചോ? യെസ് മാം. കഴിച്ചു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? സമയം കളയണ്ട. പ്രയർ തന്ത്രിമീട്ടെ സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുന്നാദ്യനാമം ഇന്ന് വാഴ്ത്തിടാം. ഞങ്ങൾ മാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കണങ്ങൾ സ്വർഗമാകണേ. അമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും. താങ്ക് യു മാം. Okay, nice. Then signing. സൈനിൻ ഞാനാണ്, മുംതാസ് ആണ്. വയലോപ്പള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കവിതയിൽ നിന്നെടുത്ത കുറച്ച് വരികളാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. 4 മാസത്തിൻ മുന്നിലേറെ നാൾ കൊതിച്ചിട്ട ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മ തൻ മണിത്തിരി കത്തിച്ച പോലമ്മലർ ചെണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേനി. മാങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല നുള്ളുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപെഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. താങ്ക് യു മാഡം. എന്റെ കണ്ടന്റ് ഒന്ന് പറയാമോ? എങ്ങനെ മാഡം? കണ്ടന്റ് പറയാമോ കവിത? കണ്ടന്റ് ഒരു കുഞ്ഞ് ആദ്യമായിട്ടൊരു മാവില് പിടിച്ച മാവിന്റെ പൂവ് ഒരു കുഞ്ഞൊടിച്ച് എടുത്ത സമയത്ത് അമ്മ വഴക്ക് പറയുന്നതാണ് ഭാഗം. അത് നിനക്ക് മാമ്പഴമായിട്ട് വീഴുന്ന സമയത്ത് എടുത്ത് കഴിച്ചാൽ പോരെ എന്നുള്ള രീതിയിൽ കുഞ്ഞിനെ വഴക്ക് പറയുന്നു. പക്ഷെ ആ കുഞ്ഞ് അന്നേരം ആ സമയത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇത് മാങ്ങ പറക്കാൻ ഞാൻ വരുത്തില്ല എന്നുള്ള രീതിയിൽ ആ സമയത്ത് അത് കുഞ്ഞ് പറയുന്നു. പക്ഷെ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു. ആ മാങ്ങ പിടിച്ച് പറിക്കുന്ന സമയം ആയപ്പോഴത്തേക്ക് ആ കുഞ്ഞില്ല. ആ ഒരു വിഷമത്തില് അമ്മ കരയുന്ന ഒരു സന്ദർഭമാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോയം ഉണ്ടായിരുന്നു അല്ലെ? എല്ലാരും പഠിച്ചിട്ടുള്ള അതെ, ആ ഒരു ഓർമ്മ വെച്ചിട്ടാ മേഡം ഞാൻ ഇത് തന്നെ പണ്ട് നമ്മൾ പഠിച്ചൊരു പോയമാണത്. അന്ന് നമുക്ക് ചിലപ്പോൾ ഇത് കൂടുതലായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും.
പറ്റിയെന്ന് വരില്ല അല്ലെ. പക്ഷെ ഇപ്പൊ മിസ് ഈ റിലേറ്റ് പോയം മിസ് ഈ പോയം വയലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സ്കൂളിന്റെ മാവിൻ ചോട്ടിൽ ഇരുന്നിട്ടാണ്. ആ മാവ് ഇപ്പോഴും അവിടെ ഉണ്ട്, മുളന്തുരുത്തി സ്കൂളിന്റെ ഗവൺമെന്റ് സ്കൂള്. അതെ അല്ലെ. ഉം. ഒരു കഥയുടെ പിന്നിൽ കുറെ ഉണ്ട് മിസ് എന്ന് പറഞ്ഞ പോലെ യഥാർത്ഥമായിട്ടുള്ള കഥകള്. അതെ. അന്നേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കവിത. എപ്പോഴും ഞാൻ അന്ന് പഠിച്ചത് ഇപ്പോഴും മറന്നിട്ടുമില്ല. ഇപ്പോഴും മറന്നിട്ടില്ല. ഞാൻ അതിന് കണ്ടന്റ് പറയാൻ പറഞ്ഞു, ഓർമ്മയുണ്ടെന്ന് അറിയാൻ. മിസ് ഞാൻ ആ പഴയ കാലത്തേക്ക് പോയി, ശരിക്കും ആ സ്കൂൾ കാലത്തേക്ക് പോയി ആ പാട്ട് കേട്ടപ്പോ. ഓക്കെ. കഴിയുമ്പോ അതൊരു വീണ്ടും നമുക്കതൊരു അമ്മമാരായി കഴിഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഒരു വല്ലാത്തൊരു ഫീലാണ് നമ്മുടെ മക്കളോട്. ആകുമ്പോ അതാണ് ഞാൻ പറഞ്ഞത്, അന്ന് നമ്മള് പഠിച്ചിരുന്നപ്പോ നമ്മള് കുട്ടികളാണ് അല്ലെ. അപ്പൊ ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നപ്പോ നമുക്ക് അത്രയും ഉൾക്കൊള്ളാൻ ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാകും ഇതാണ് ആശയം ഒക്കെ. പക്ഷെ ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും, കാരണം നമ്മളൊക്കെ അമ്മമാരാണ്. അപ്പൊ ആ ഒരു എന്താ പറയാ സിറ്റുവേഷനിലൂടെ എങ്ങനെയാണ് ഒരു അമ്മയുടെ മനസ്സ് പോകുന്നതെന്ന് കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയമാണത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുൻകാലത്ത് പറയും ചെയ്തു അത് കറക്റ്റ് ആയിട്ട്. അതെ, ഒന്നുകൂടെ മനസ്സിലായി, മറന്നു പോയിട്ടുണ്ടെങ്കിലും മനസ്സിലായി അല്ലെ. അത്ര മനോഹരമായിട്ടാണ് ആ വരികൾ എഴുതിയിരിക്കുന്നത് അദ്ദേഹം അല്ലെ. അതെ അതെ. ഓക്കെ, തോട്ടാരാണ്? തോട്ടത്തിനെ തോട്ട് ഞാനാണോ? Today's thought of the day: life and time are world's best teachers. Life teaches us to make good use of the time, and time teaches us the value of life. APJ Abdul Kalam. I repeat, life and time are world's best teachers. Life teaches us to make good use of time, and time teaches us the value of life. APJ Abdul Kalam. Thank you. അതൊന്ന് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാമോ? എല്ലാവർക്കും മനസ്സിലായി? ലൈഫും ടൈമും നമ്മളെ ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ്. നമുക്ക് ലൈഫ് ടീച്ച് ചെയ്യണത് ടൈം മാക്സിമം യൂസ് ചെയ്യാനാണ്. ടൈം ടീച്ച് ചെയ്യണത് ലൈഫിന്റെ വാല്യൂ. ശരിയാണ് മിസ്, മലയാളത്തിൽ പറയുമ്പോഴാണ് കൂടുതൽ ഒന്നും കൂടി എല്ലാം നമ്മള് ഇംഗ്ലീഷ് പറഞ്ഞാലും. ഇംഗ്ലീഷിൽ പറയുന്നത് ഓക്കെ, നമുക്ക് നല്ല നല്ല തോട്ടുകൾ ഉണ്ട് ഇംഗ്ലീഷില്. പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ അതിന്റെ ശരിക്കും അതിന്റെ എന്താണ് അതിന്റെ ഭാവം എന്ന് കൂടുതലായിട്ട് നമുക്ക് ക്ലിയർ ആവും. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറയാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് കണക്റ്റഡ് ആണ്. മുമ്പ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടീച്ചേഴ്സ് നമ്മളോട് പറയും, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടില്ല, ഒരു ലൈഫ് നല്ല രീതിയിൽ ഉണ്ടാകണം എന്നില്ല. പക്ഷെ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി അത് കളയുന്നുണ്ടാകാം അല്ലെ. പക്ഷെ ഇപ്പൊ നമുക്ക് എന്തറിയാം, അതിന്റെ വാല്യൂ ശരിക്കും അറിയാം. എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് അതിന്റെ വാല്യൂ മനസ്സിലാകുന്നത്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാലും അവരത് കാര്യമാക്കണമെന്നില്ല. നമ്മളിപ്പോ പറയുന്നുണ്ട്, ഇന്ന് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടും, നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ തന്നെ ചേർക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇപ്പൊ അവർക്കത് മനസ്സിലാകണമെന്നില്ല. കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മുടെയൊക്കെ ഒരു സ്റ്റേജ് വരുമ്പോൾ അവർക്കത് മനസ്സിലാക്കി തരും. അത് അങ്ങനെയാണ്, അത് കാലങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും കഥയുണ്ടോ? മിസ് ഒരു ആക്ടിവിറ്റി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങള് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഞാൻ വീൽസിന്റെ ആക്ടിവിറ്റി ഇതല്ലേ പിക്ചർ വീൽ അല്ലേ? നമ്പർ വീൽ ആൻഡ് പിക്ചർ വീൽ. പിക്ചർ വീലും നമ്പർ വീലും. യെസ് മിസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഏതോ ഒരു മിസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് നോക്കട്ടെ, നിങ്ങളൊന്ന് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ മിസ്.
ആ പാട്ട് കേട്ടപ്പോൾ വല്ലാത്തൊരു ഓർമ്മയല്ലേ, അറിയാതെ അമ്മമാർ ഓർത്തുപോയി. റെക്കോർഡ് സെക്കൻഡ് എല്ലാരും എഴുതി തുടങ്ങിയോ? അത് മിസ് അവിടെ ഫസ്റ്റേ തുടങ്ങിയിട്ടുള്ളൂ. ഇത് പറഞ്ഞില്ല എഴുതാൻ. പറഞ്ഞിട്ടില്ലടാ. സെക്കൻഡ് റെക്കോർഡിനെ പറ്റി പറഞ്ഞിട്ടില്ല ഇതുവരെ. ഫസ്റ്റിന്റെ തന്നെ പറഞ്ഞിട്ടുള്ളത്, സെക്കൻഡ് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലേ കുറെ ചെയ്യാൻ തന്നിട്ടുണ്ട്. കുറെ ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡ് ഫസ്റ്റ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്, സെക്കൻഡ് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി പറഞ്ഞ് ഇപ്പോഴെഴുതണ്ടെന്നാണ് പറഞ്ഞ. ഫസ്റ്റ് എഴുതി തീർത്തിട്ട് സെക്കൻഡിലോട്ട് പോയാൽ അതിനാണ് പറഞ്ഞത്. അല്ലടാ, ഇത് റെക്കോർഡ് മൈ കളക്ഷൻ ആണോ? ഓ ഫസ്റ്റ് അത്തതെ മൈ കളക്ഷൻ തന്നെ. ആ, മൈ കളക്ഷൻ ബുക്ക് പറഞ്ഞിട്ടില്ല മിസ്. രണ്ടാമത്തെ ഇല്ലുസ്ട്രേറ്റഡ് പറഞ്ഞിട്ടില്ല. അതായത് ആ സെക്ഷൻ ഫുള്ള് 15 വരെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് ആഡ് ചെയ്യാന്നാ പറഞ്ഞ മിസ്, പിക്ചേഴ്സ്. കാണുന്നുണ്ടോ? ഇത് പിക്ചർ വീലാണ്. ഇതിവിടെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ ഓറഞ്ച് ഉണ്ട്, കോക്കനട്ട്, റോസ്, ആപ്പിള്, സൺഫ്ലവർ, അതുപോലെ വാട്ടർമെലൺ, പിന്നെ അതുപോലെ ബനിയൻ ട്രീ, ലോട്ടസ്. ഇത്രയും പിക്ചറുകൾ ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് ഒരു വീലുണ്ട്. ഇതിൽ ഇതിന്റെ പേരുകളാ ഉള്ളേ. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഈ സാധനം നമ്മൾ ഇങ്ങനെ കറക്കി കൊടുക്കും. എന്നിട്ട് ഇപ്പൊ റോസ് ആണെങ്കിൽ ആ റോസിന്റെ നേരെ നമ്മൾ ഈ ഒരു വേർഡ് സെറ്റ് ചെയ്യും. ഓക്കെ. അപ്പോ കുട്ടികൾക്ക് കൂടുതലും പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അതിന്റെ വേർഡ് എന്തെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അതാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോ നഴ്സറി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മളിത് പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. പിക്ചർ കൊടുക്കുക, ദെൻ അതിന്റെ വേർഡ്സുകൾ നിങ്ങൾ ഇവിടെ എഴുതുക. അപ്പൊ ഇതൊരു വീലാണ്, കണ്ടോ? ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാൻ അത്ര ഭംഗിയായിട്ടൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് കുട്ടികൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണിത്. എന്റെ മോൻ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇപ്പൊ അത്രയും ചെയ്തത്. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോ ഞാൻ നോക്കിയ കാർഡ്ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗം വെച്ച് ഒട്ടിച്ചപ്പോ ഇവിടെയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എന്താ പറയാ, ഈ ഒരു കേക്ക് ഒക്കെ നമുക്ക് കിട്ടില്ലേ, ഒരു കട്ടിയുള്ള ബോർഡ്, കട്ടിയുള്ള പേപ്പർ, അത് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമുക്ക് കാർഡ്ബോർഡിലും ചെയ്യാം, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ 2 എണ്ണം ഞാൻ വെട്ടിയെടുത്തിട്ടാണ് ഒട്ടിച്ചത്. പക്ഷെ 2-3 എണ്ണം ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കട്ടിയിൽ കിട്ടും. അപ്പോ അതിന്റെ ഇതായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നടുക്കത് കണ്ടോ, ഇത് വീൽ, ഇത് കറങ്ങണമെങ്കിൽ നമുക്ക് ഇവിടെ ബാക്കിൽ സെക്യൂർ ചെയ്ത് വെക്കണം. ഞാനിത് കാണിച്ചപ്പോ തന്നെ ചില സ്റ്റുഡൻസ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിലവര് കർട്ടന്റെ എന്തോ ഒരു ബോൾ വെച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്തു. ചിലവര് കമ്മലിന്റെ ശങ്കീരി ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്തു. ഞാനിവിടെ ഈർക്കിലിയാണ് നടുക്ക് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ബാക്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് സെക്യൂർ ചെയ്തു. ഓക്കെ. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇത് ഭംഗിയായിട്ട് ചെയ്യാം. ഇതിപ്പോ ജസ്റ്റ് ഒരു മോഡൽ മാത്രം കാണിച്ചതാണ്. ആ കേക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചത് അത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ തെർമോക്കോള് നമ്മൾ അധികം സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം അത് അത്ര ഫ്രണ്ട്ലി അല്ല. അതുകൊണ്ട് അത് വേണ്ട. നിങ്ങൾ ഇത് ഒന്നുകിൽ കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, വേസ്റ്റ് ബോർഡ് അത് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കേക്കിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ കൂടുതൽ ഭംഗിയാവട്ടോ. കുട്ടികളൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മറ്റിങ്ങനെ ചിലവരെന്തോ ഒരു അടപ്പൻ, കുപ്പിയുടെ അടപ്പനോ അതൊക്കെ വെച്ചിട്ട്, ബോട്ടിലിന്റെ അടപ്പൻ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഇവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ഭംഗിയിൽ ഇത് കറങ്ങും. ഓക്കെ. അപ്പൊ ഇതാണ് പിക്ചർ വീൽ. ഇതിനകത്ത് പിക്ചർ വരും, then അതിന്റെ വേർഡ്സ് വരും, എന്നിട്ട് അതിനെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ. അടുത്തത് ഇത് നമ്പർ വീലാണ്. ഇത് നമുക്ക് 1 to 9 അല്ലെങ്കിൽ 1 to 10 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ഇവിടെ എഴുതാം. എന്നിട്ട് ഓരോന്നും കണ്ടോ,
നമുക്ക് പല പല ഷേപ്സുകളിൽ, അതായത് ഇപ്പൊ ഞാനിവിടെ ജസ്റ്റ് വരച്ചിരിക്കുന്നതാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പൊ ബട്ടർഫ്ലൈസിന്റെ ഒക്കെ ചെറിയ ചെറിയ പിക്ചേഴ്സ് ഇല്ലേ, അതൊക്കെ നമുക്ക് ഇവിടെ ഒട്ടിച്ചു വെക്കാം. ഇപ്പൊ 9 എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഇത് ഇവിടെ ഈ നമ്പർ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. മാം LKG UKG പിള്ളേരെ ടെസ്റ്റിലൊക്കെ ഉണ്ട് ഓരോ ഇത് മാംഗോയുടെ എണ്ണം അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പറ്റുമോ? ആ മതി മതി, അങ്ങനെ മതി. ഈ നമ്മുടെ ഈ കളിക്കുടുക്കയിലൊക്കെ ഉണ്ട് കുറെ അധികം പിക്ചേഴ്സ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒട്ടിക്കാം. വരക്കണം. ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഒട്ടിക്കാൻ പറ്റുമോ? ഇഷ്ടമുള്ളത് ഒട്ടിക്കാം. ഞാനിപ്പോ എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമാണ് ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കി നിങ്ങൾ കണ്ടോ, 5 എന്ന് പറയുന്ന നമ്പറിന് നേരെ 5 സ്റ്റാർസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ നമ്പേഴ്സ്, അതായത് നമ്പറുകൾ കൗണ്ട് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്പർ വീൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രണ്ണം വേണമെന്നുണ്ടോ മിസ്? അതായത് 0 to 9 നമ്പേഴ്സ്. പിക്ചേഴ്സ് ആണെങ്കിൽ എത്ര മിസ് പറഞ്ഞ 10 എണ്ണാണോ? 10 എണ്ണം. ഇവിടെ ഞാനിപ്പോ എത്രയാണ്, 8 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. അതായത് വീലിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും. വീലുണ്ടല്ലോ, അതിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പിക്ചർ ഒട്ടിക്കണം, പിന്നെ നടുക്ക് ഇത് വെക്കണം. അപ്പൊ നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാം. പിക്ചർ വീലില് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യല്ലേ? അനിമൽസോ ഒബ്ജക്ട്സോ ഫ്ലവേഴ്സോ ട്രീസ് എല്ലാം. ആ, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിക്ചർ വീല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ മിസ്, ഓണത്തിന് ശേഷമല്ലേ? ആ, ഓണത്തിന് ശേഷം മതി മതി മതി, നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇന്ന ടൈമിൽ ഇത് തീർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത്, നിങ്ങളുടെ ഈ ഒരു കോഴ്സ് തീരുന്നതിന് മുമ്പ് അപ്പൊ ചെയ്ത് തീർത്താൽ മതി കേട്ടോ. മിസ്, ഈ ഫ്ലവേഴ്സിന്റെ പേരാണോ എഴുതേണ്ടത്? ഇപ്പൊ റോസ് ആണെങ്കിൽ റോസ് വെജിറ്റബിൾ, ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ ഫ്രൂട്ട്സ്, അങ്ങനെയാണോ എഴുതേണ്ടത്? അതിന്റെ പേര് എഴുതണം. അത് ഏത് കാറ്റഗറിയിൽ പെടുന്നതെന്നല്ല എഴുതേണ്ടത്, മറിച്ച് അതിന്റെ പേരെന്താണോ അത് എഴുതുക. ഓക്കെ മാം. ആ പേര് ആ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ എവിടം വരെയായി, തീരുമാനിച്ചോ? സെപ്റ്റംബർ 1 തീരുമാനിച്ചേക്കണേ. അപ്പൊ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. ഇപ്പൊ മിസ്സുമാരെ ഇൻവൈറ്റ് ചെയ്യുവാണ്. 3-ാം തീയതിയാണ് മിസ്സുമാരെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പറ്റുന്ന പോലെ. 1-ാം തീയതി തിരുവാതിര കളിയൊക്കെ ഉണ്ട് മിസ്. ഉണ്ട്. ഫസ്റ്റ് ടൈം ആണ് ഓൺലൈനായിട്ട് തിരുവാതിര സെറ്റ് ചെയ്തേക്കണേ. പിന്നെ ഒരു ആരുടെ ക്ലാസ് ആണ് അന്ന് തിങ്കളാഴ്ച? ജിഷാമിസാണ്. പക്ഷെ ജിഷാമിസ് അന്ന് ഇല്ലാന്നാ പറഞ്ഞേക്കണേ. പുറത്തായിരിക്കും, മോളുടെ വീട്ടിൽ പോവാന്നാ പറഞ്ഞേ. അപ്പൊ അന്ന് ആരായിരിക്കും കിട്ടാന്ന് അറിഞ്ഞൂടാ. ഭാഗ്യം ഉണ്ടെങ്കിൽ മിസ്സിനെ തന്നെ ആയിരിക്കും, ആരാന്നറിയില്ല. ഓക്കെ ഓക്കെ, എനിക്ക് 3 പീരീഡ് വരുന്നുണ്ട്. 1:30 എനിക്ക് ക്ലാസ് ഉണ്ട്, വേറെ നോക്കാം. ഉണ്ടല്ലേ? ആയിരിക്കും. ഞാൻ ഇടയ്ക്കൊന്ന് കേറാനായിട്ട് നോക്കട്ടെ കേട്ടോ. ഉറപ്പ് പറയുന്നില്ല, ശ്രമിക്കാം. ഓക്കെ, ശ്രമിക്കണം മിസ്. ചെയ്യണം നിർബന്ധമാണോ? എന്താണ്? പിക്ചർ വീലും നമ്പർ വീലിന്റെ ചെയ്യണമെന്ന് നിർബന്ധമാണോ? നിർബന്ധമാണോന്ന് വെച്ചാല് അത് കാണിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡ്യൂറേഷൻ ഇല്ല, ഇത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് തീർക്കണം എന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഫ്രീ ടൈം ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ ചെയ്താൽ മതി. കോഴ്സ് തീരുന്നതിന് ചെയ്താൽ മതി കേട്ടോ, അല്ലാണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കണം എന്നില്ല. ഓക്കെ മിസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചിട്ടാണല്ലേ പറഞ്ഞത്? അതെ മിസ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം, ഏതെങ്കിലും അസുഖം തടയുന്നതിനോ അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനോ
ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനായിട്ട് ഹെൽത്ത് ചെക്കപ്പുകൾ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേയധികം കാര്യങ്ങൾ ഞാൻ അതിനോട് റിലേറ്റഡ് ആയിട്ടും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, പിന്നെ ഹെൽത്ത് ചെക്കപ്പില് വരുന്ന പ്രധാനപ്പെട്ട, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട്, അതുപോലെ തന്നെ കിഡ്നി, ലിവർ, പിന്നെ ലങ്സ്, അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ശരീരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പരിശോധനയാണ് നമ്മൾ എന്ത് പറയാ, ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വർഷത്തില് ഒരു തവണയെങ്കിലും ബോഡി ചെക്കപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. വർഷത്തില് ഒരു തവണയെങ്കിലും കൃത്യമായിട്ട് ബോഡി ചെക്കപ്പുകൾ നടത്തിയിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ ഈ ചെക്കപ്പുകൾ ചെയ്യണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാല് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ്, ഇപ്പോ വർഷത്തിൽ 2 തവണ നടത്തിയാൽ അത്രയും നല്ലതാണ്. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നമ്മൾ നടത്താറുണ്ട് അല്ലെ ചില സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് തൈറോയിഡ് പ്രോബ്ലം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് അമിതമായിട്ട് ഷുഗർ, ഡയബറ്റീസിന്റെ പ്രശ്നം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ നമുക്ക് നമ്മളുടെ ഉള്ള അസുഖം മാറില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വേദനകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയാ കുറെ കാലം നീണ്ടു നിൽക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാം. അപ്പൊ നമ്മൾ കുറെ അധികം മരുന്ന് കഴിച്ചു, പക്ഷെ ആ മരുന്ന് കഴിച്ചിട്ടും ശരീരത്തിന് കൃത്യമായിട്ട് ഏൽക്കുന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലഡില് ചില വേരിയേഷൻസ് ഉണ്ടാകാം. ചിലപ്പോൾ തൈറോയിഡ് ഇഷ്യൂ കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് കുറയാത്തത്. ഓക്കെ, അപ്പൊ നമ്മളൊരു കാര്യം, അല്ലെങ്കിൽ നമ്മളിപ്പോ ആദ്യം ഡോക്ടറെ കാണാനായിട്ട് പോയി, എന്തെങ്കിലും അസുഖത്തിനൊക്കെ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോയി, ഡോക്ടർ നമ്മൾക്ക് മരുന്ന് തന്നു നമ്മൾ കഴിച്ചു, പക്ഷെ നമ്മൾക്ക് കുറയുന്നില്ല. വീണ്ടും നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം പറയൂ അല്ലെ, ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യൂ എന്ന് പറയും അല്ലെ. അത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് സ്കാൻ പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോ പ്രൈമറി അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് എന്ത് പറയുന്നത്, ഈ ബ്ലഡ് ടെസ്റ്റും അതുപോലെ യൂറിൻ ടെസ്റ്റും ഒക്കെ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നോക്കിയാൽ മാത്രമാണ്. 30 കഴിഞ്ഞവര് നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള ചില കാര്യങ്ങള് നോക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും കൃത്യമായിട്ടും ബോഡി ചെക്കപ്പ് നടത്തിയിരിക്കണം എന്ന് ഡോക്ടർ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ ജീവിതശൈലി എന്ന് പറയുന്നത് നമുക്ക് പലതരം, അതായത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മൂലം പലതരം പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് അല്ലെ. നമുക്ക് എന്താ പറയാ ഡയബറ്റീസ് ഉണ്ടാകാം, ഹൃദ്രോഗം ഉണ്ടാകാം, അതുപോലെ മൈഗ്രെയിൻ ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാകാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനും ഹെൽത്ത് ചെക്കപ്പ് സഹായിക്കും. പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണങ്ങളിലെ മായം എന്ന് പറയുന്നത് അല്ലെ. കൂടുതലും പ്രിസർവേറ്റീവ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് അല്ലെ. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എത്രത്തോളം ഭക്ഷണം, അതായത് എത്രത്തോളം മായമാണ് അതിനകത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഫാക്ടറാണ് മലിനീകരണം, പൊല്യൂഷൻ. പലതരത്തിലുള്ള എയർ പൊല്യൂഷൻ ഉണ്ട്, അതുപോലെ ലാൻഡ് പൊല്യൂഷൻ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പൊല്യൂഷൻസ് ഉണ്ട്. അതും നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, നല്ല അമിതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പോ നമുക്കറിയാം ന്യൂഡൽഹി പോലുള്ള സ്ഥലങ്ങൾ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമാണ് അവിടുത്തെ വായു മലിനീകരണം എന്ന് പറയുന്നത് അല്ലെ. ഒരു സമയത്ത് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അവിടുത്തെ മലിനീകരണം, അതായത് വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റൂള് കൊണ്ടുവന്നു. എന്തായിരുന്നു അത്, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇപ്പോഴും ഉണ്ടോന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. അതായത് ഒരു ദിവസം ഒറ്റയക്ക നമ്പറിലുള്ള വണ്ടികളാണ് ഇറങ്ങുന്നതെങ്കിൽ പിറ്റേ ദിവസം ഇരട്ടയക്ക നമ്പറുള്ള വണ്ടികളാണ് നിരത്തിൽ ഇറങ്ങേണ്ടത്. അപ്പൊ അത്രയും ആ ഒരു പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്രയും, അതായത് പുക, പൊടി, പിന്നെ അതുപോലെ തന്നെ ഫാക്ടറികളിൽ നിന്നുള്ള പുക, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യനെ മോശകരമായിട്ടുള്ള രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് പലവിധ പ്രശ്നങ്ങളും കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കാം. അപ്പൊ അത്തരത്തില് അതിനെ മുൻകൂട്ടി കണ്ടെത്തുന്നതിന് വേണ്ടി, അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽത്ത് ചെക്കപ്പുകൾ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോ ഹെൽത്ത് ചെക്കപ്പുകളിൽ വരുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് നമുക്കറിയാം ബ്ലഡ് ആൻഡ് യൂറിൻ ആണ്. ഓക്കെ, ബ്ലഡ് ആൻഡ് യൂറിൻ. രണ്ടാമത്തേത് ബ്ലഡിൽ തന്നെ വരുന്നതാണ് PSH, അതായത് ടോട്ടൽ തൈറോയ്ഡ് ഫംഗ്ഷനും അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈല്,
കൊളസ്ട്രോളിന്റെ അളവ് നോക്കാനായിട്ട് അല്ലെ. അതായത് കൊളസ്ട്രോളിൽ തന്നെ ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്, ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്, ട്രൈഗ്ലിസറോൾ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ അളവ് നോക്കുന്നതിന് ലിപ്പിഡ് പ്രൊഫൈൽ സഹായിക്കും. ഓക്കെ, അപ്പൊ ബ്ലഡിൽ തന്നെ എന്തുണ്ട്, ഈ ഒരു ടോട്ടൽ തൈറോയ്ഡ് ഫംഗ്ഷൻ നോക്കാം, അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈലും നോക്കാം. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ടൊക്കെ പോകുമ്പോഴാണ് എക്സ്റേ എടുക്കുന്നു, അതുപോലെ MRI ടെസ്റ്റ്, അതുപോലെ CT സ്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അതും ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. ഓക്കെ, CT, MRI, then എക്സ്റേ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വില്ലനാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെ. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമുക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ മാറണം എന്നില്ല. അതുപോലെ കാൽസ്യം ഡെഫിഷ്യൻസി, പിന്നെ വിറ്റാമിൻ ബി, ഇതൊക്കെ എന്താണ് ടെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു. ബോഡി പെയിൻ എന്ന് പറഞ്ഞ് കൈയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ കുറെ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വൈറ്റമിൻ D3 ടെസ്റ്റ് ചെയ്തപ്പം ഒരുപാട് കുറവാ, 40 പോയി. അങ്ങനെ എനിക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് 2 ആഴ്ച കൊണ്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ല കുറവുണ്ട്. കൈ ഭയങ്കര വേദനയായിരുന്നു. നമുക്ക് കൈ കൊണ്ട് ഒന്നും എഴുതാനോ ഒന്നും അരിയാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ കുറെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അതിനകത്തൊന്നും കുഴപ്പമില്ലായിരുന്നു. അവസാനം പറഞ്ഞു വൈറ്റമിൻ D3 ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് കുറവ്. 2 ആഴ്ച കൊണ്ട് മെഡിസിൻ കഴിച്ചപ്പോ നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം. ഇതുപോലെ തന്നെ സൺലൈറ്റിന്റെ ചൂട് ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു തളർച്ച പോലെ തോന്നിയിട്ട് അവിടെ ഹെൽത്ത് ചെക്കപ്പിൽ ഉണ്ടായിരുന്നപ്പോ അവിടെ പോയി നോക്കിയായിരുന്നു ഹീമോഗ്ലോബിനെ. അത് ശരിക്കും നല്ല കുറവായിരുന്നു. അപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടായിരിക്കും പറഞ്ഞു. അവര് ഇതേപോലെ അതിന് ഇതായിട്ടുള്ളത് കഴിക്കാൻ പറഞ്ഞു. മുന്തിരി ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കാൻ പറഞ്ഞു ബ്ലഡ് കുറവിന്. അതാണ്, എന്തെങ്കിലും അതിന്റെ കുറവ് അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അത് മോശകരമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാട്ടോ. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഡോക്ടർ പറഞ്ഞ കോഴ്സ് എടുക്കുക. ചെയ്യുന്നുണ്ട് മാം. 3 മാസം എടുക്കാന്ന് പറഞ്ഞു. പിന്നെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ അളവ് കൂടും. പിന്നെ മരുന്ന് കഴിക്കേണ്ടി വരില്ല ചിലപ്പോ. ഓക്കെ, അപ്പോ വൈറ്റമിൻ ഡി ടെസ്റ്റിംഗ്, അതുപോലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞ